കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-2013 കാലഘട്ടത്തിൽ അന്നത്തെ വനം കായിക സിനിമാ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. 2013 അദ്ദേഹം രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏവർക്കും അറിയാവുന്നതാണ്. ആദ്യം അദ്ദേഹം രാജിവെക്കണം, അങ്ങനെ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനുമായ ശ്രീ R ബാലകൃഷ്ണപിള്ള സാർ സ്പീക്കർക്കും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി സാറിനും കത്ത് നൽകിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി സാറും UDFും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 2013 അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഗാർഹിക പീഡന കേസിൽ പോലീസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ സംഘടനകൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധമുണ്ടാക്കുകയും ഒരു മന്ത്രിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ രാജിവെച്ച അദ്ദേഹം തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിർദ്ദേശാനുസരണം അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം ഗാർഹിക പീഡന കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കേസ് വളരെ ശ്രമകരമായ പണിയിലൂടെ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് മന്ത്രിയാകുവാൻ ആഗ്രഹിച്ച ശ്രീ ഗണേഷ് കുമാർ UDF നേതൃത്വത്തെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ അത് അറിയിക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹത്തിന് മന്ത്രിയായി തിരികെ വരാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിൻ്റെ മാവേലിക്കര പാർലമെന്റ് ജനറൽ സെക്രട്ടറിയായി അന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും ഇദ്ദേഹവുമായി നല്ല അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ശ്രീ ഗണേഷ് കുമാർ സാറുമായിട്ട്. ഗണേഷ് കുമാർ സാറിനോടൊപ്പം നല്ല അടുപ്പം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ നല്ല അടുത്ത ബന്ധമുള്ളപ്പോഴും തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, തിരികെ മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നുമൊക്കെ അദ്ദേഹം നമ്മുടെ മുഖതാവിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മളൊന്നും തന്നെ തിരികെ പറയുമായിരുന്നില്ല. ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് ഞാൻ. പക്ഷേ പിന്നീട് 2013 കഴിഞ്ഞ് 2015 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ഇടതുപക്ഷത്തോടു കൂടി അടുത്തുകൊണ്ട് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ സോളാർ സ്കാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സോളാർ കമ്മീഷന്റെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നു, ലൈംഗിക കേസുകളിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് ഇദ്ദേഹം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞതിൻ്റെ പൊരുളഴിയുന്നത്. ഇതൊരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള കേസായതിനാൽ വളരെ കൂടുതലായി ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ പറയേണ്ടുന്ന സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ 2011 ഗണേശൻ എന്ന കൊണേശൻ മന്ത്രിയായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നപ്പോൾ അന്ന് അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായ സുധീർ മലയിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വെളിപ്പെടുത്തലൊന്നുമല്ല, ഇത് ഈ സോളാർ കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിലെ പ്രതിയാണ് ഗണേഷ് കുമാർ. ആ കോടതിയിൽ നൽകിയ മൊഴി എന്താണെന്നാണ് ഇപ്പോൾ ഈ സുധീർ മലയിൽ തുറന്നു പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഒരു സമരം. ആർക്കെതിരെയാ സമരം? സമരം നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ. ആ സമരവേദിയിൽ വന്നുകൊണ്ട് ഗണേശൻ അന്ന് പ്രസംഗിച്ചത് നരേന്ദ്രമോദിക്കെതിരെയല്ല. ഗണേശൻ അന്ന് ഉറഞ്ഞു തുള്ളിയത് അമിത്ഷായ്ക്കെതിരെയല്ല. ഗണേശൻ അന്ന് ഉറഞ്ഞു തുള്ളിയത് കേന്ദ്ര സർക്കാരിനെതിരെയല്ല, മറ്റൊരാൾക്കെതിരെയായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ആ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പോലും ഗണേശൻ ഉറഞ്ഞു തുള്ളിയത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന്. എന്നിട്ട് അന്ന് ഗണേശൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, രാജിവെപ്പിക്കണം,
അയാളെ പുറത്താക്കിയിട്ട് അയാൾ ഏത് കയ്യാല ചാടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയലല്ല ശരി എന്നുള്ളതാണ്. ഗണേശ, ഈ ശരിയും തെറ്റും തീരുമാനിക്കാൻ നിനക്കെന്താണ് യോഗ്യത എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായില്ലേ? നീ കയ്യാല ചാടിയതിൻ്റെ, നീ അവിഹിതങ്ങൾ കൊണ്ട് നടന്നതിൻ്റെ, ഹോട്ടൽ മുറികളിൽ വ്യഭിചരിച്ച് നടന്നതിൻ്റെ ഒക്കെ നിന്റെ കുടുംബവും നിന്റെ കുടുംബം നിനക്ക് നഷ്ടപ്പെടരുത്, നിന്റെ കുടുംബം തകരരുത് എന്നാഗ്രഹിച്ച് ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും വിളക്കി ചേർക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ നിന്നെ വിശ്വസിച്ച് നിന്നെ മന്ത്രിയാക്കി. നീ അറസ്റ്റിലാകുമെന്ന് കരുതിയപ്പോൾ നിന്നോട് രാജിവെക്കാൻ പറഞ്ഞു. അതിന് നീ കൊടുത്ത പ്രതിഫലം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി നീ മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ ഈ ഗൂഢാലോചന പുറത്തേക്ക് ഓരോന്നോരോന്നായി വരിക. ഇത് ഗൂഢാലോചന പുറത്തേക്ക് വരാനൊന്നുമില്ല, ഇത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് അല്ലേ? സരിതയുടെ കത്ത് എന്ന് പറഞ്ഞാൽ സരിത ആരാണ്? 2005 മുതൽ ഈ ഗണേശൻ്റെ കാമുകിയാണ്. കാമുകി എന്ന് മാത്രമല്ല, ഗണേശൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ സരിത. ആ സരിതയുടെ കത്ത്, 18 പേജുള്ള കത്ത്, ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വക്കീൽ മുഖാന്തരം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ കത്ത് ജയിൽ കവാടം കടക്കുമ്പോൾ 24 പേജായി മാറുക. 18 പേജുണ്ടായിരുന്ന കത്ത് 24 പേജായി മാറുന്നു ജയിൽ കവാടം കടന്നു കഴിഞ്ഞപ്പോൾ. അവിടെയാണ് ഈ പറയുന്ന ഗൂഢാലോചനകളുടെ തുടക്കം എന്ന് പറയുന്നത്. ഗണേശ, നീ ഒരു കാര്യം ആലോചിക്കണം. നിന്റെ കാമുകി ഇപ്പോൾ വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ പുഴുവരിച്ച് കിടപ്പുണ്ട്. നീ കാണിച്ച് കൂട്ടിയതും പോരാഞ്ഞിട്ട് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നു. നീ രാഹുൽ മാങ്കൂട്ടത്തിലെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ആരാണ് സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? ഗണേശൻ അല്ലേ? യാമിനി തങ്കച്ചി 2013 ഡിവോഴ്സ് വാങ്ങിപ്പോകുന്നു. 2013 യാമിനി തങ്കച്ചിയുമായിട്ട് ഗണേശന്റെ വിവാഹബന്ധം വേർപ്പെടുന്നത്. 2005 മുതൽ യാമിനി തങ്കച്ചി വീട്ടിൽ ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഗണേശന് 2005 മുതൽ സരിത എസ് നായർ എന്ന് പറയുന്ന സരിത ഗണേശന്റെ കാമുകിയാണ്. കാമുകി മാത്രമല്ല, ഗണേശന്റെ കുഞ്ഞിനെ പ്രസവിച്ച തള്ളയാണ്. ആര്? ഗണേശന്റെ കുഞ്ഞിൻ്റെ തള്ളയാണ് സരിത നായർ. അതുകൊണ്ട് തന്നെയാണ് ഗണേശന്റെ തന്ത ബാലകൃഷ്ണപിള്ള സരിത ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഈ കുഞ്ഞിനുള്ള ചെലവിന് കൊടുത്തത് ഗണേശന്റെ തന്ത ബാലകൃഷ്ണപിള്ളയാണ്. എന്താ കാര്യം? ബാലകൃഷ്ണപിള്ള തന്തക്ക് അറിയായിരുന്നു മകൻ്റെ ജാരസന്തതിയാണ് അതിനെ പട്ടിണിക്കിടാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഗണേശൻ്റെ കുഞ്ഞിന് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് ബാലകൃഷ്ണപിള്ളയായിരുന്നു. എനിക്ക് ആ മഹാമനുഷ്യനെ കൊത്തിവലിച്ചതിൽ കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ അവരുടെ പങ്ക് അത് വലിയ പങ്കാണ്. ആ മനുഷ്യനെ കൊത്തിവലിച്ചത് പച്ചയായ മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കൊത്തിവലിക്കാൻ തൻ്റെ കാമുകിയെ ആയുധമാക്കിക്കൊണ്ട് ആ മനുഷ്യനെതിരെ അപവാദങ്ങൾ പറയുകയും ലൈംഗിക കേസുകളിൽ പെടുത്തുകയും ചെയ്തതിന് പിന്നിൽ ഗണേശനായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായ ഗണേശൻ, 2013 വരെ മന്ത്രിയായ ഗണേശന്റെ ഭാര്യ യാമിനി തങ്കച്ചി നൽകിയ പരാതിയിൽ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ടപ്പോൾ രാജിവെക്കേണ്ടി വന്ന ഗണേശൻ 2016 പിണറായി വിജയന്റെ കൂടെ ചേർന്നു. പിണറായി വിജയന്റെ കൂടെ ചേരാനുണ്ടായ കാരണം എന്താ? കാരണം പിണറായി വിജയൻ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് ഗണേശന്റെ വലിയ മോഹം എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഗണേശൻ ഏതറ്റം വരെയും പോകും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണേശൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള വ്യക്തിയോട് ഗണേശൻ പറഞ്ഞതാണ്, എന്ത്? ഉമ്മൻചാണ്ടിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം, ഉമ്മൻചാണ്ടിക്കും UDF നേതാക്കൾക്കും ഞാൻ കാണിച്ചു കൊടുക്കാം, ലൈംഗിക കേസുകളിൽ പെടുത്തും. ഈ മൊഴിയാണ് ഇപ്പോൾ ഈ സുധീർ മലയിൽ എന്ന് പറയുന്ന വ്യക്തി കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു മൊഴി നൽകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് സോളാർ കേസിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ആ പാവപ്പെട്ട മനുഷ്യൻ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ, ഈ ഗണേശനെ എങ്ങനെയായിരുന്നു കൊണ്ടു നടന്നത്? ഒരു മകനെപ്പോലെ. ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ കാണിച്ചു കൂട്ടിയ അവിഹിതങ്ങള്, ഗർഭങ്ങള്, വ്യഭിചാരങ്ങള്, എല്ലാത്തിനും കോംപ്രമൈസ് ഉണ്ടാക്കാൻ നടക്കുകയായിരുന്നു ആ പാവം മനുഷ്യൻ. എന്താ കാര്യം? ഇവൻ്റെ കുടുംബം തകരരുത് എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഈ പന്നൻ ഗണേഷ് കുമാർ, ജനിപ്പിച്ച തന്ത പറഞ്ഞത് എൻ്റെ ഭാര്യ പ്രസവിച്ചത് കൊണ്ട് ഞാൻ തള്ളിപ്പറയുന്നില്ല എന്നാണ്, എനിക്ക് ഭാര്യയെ വിശ്വാസമാണ് എന്നാണ്. അങ്ങനെ തന്തക്ക് പറയേണ്ട ഗതികേടുണ്ടാക്കിയ ഈ ഗണേശൻ പന്നൻ ആ പാവത്തിനെ ചതിച്ചു. അതിനിവൻ ആയുധമാക്കിയതാരെയാ? അതാണ് ഏറ്റവും വലിയ ഇവൻ്റെ മനസ്സ് എത്രത്തോളം പൈശാചികമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗണേശന്റെ മനസ്സ്, ആ പാവത്തിനെ കൊത്തിക്കീറാൻ വേണ്ടി ഇവൻ ആയുധമാക്കിയത് ഇവൻ്റെ കാമുകിയെ. അന്നൊക്കെ ഇവൻ കാമുകിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? യാമിനി തങ്കച്ചിയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം നിന്നെ വിവാഹം കഴിക്കാമെന്ന്. ആ പന്നൻ അത്തരം പ്രലോഭനങ്ങൾ നടത്തിയിട്ട് സരിത എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പാവം മനുഷ്യനെ കൊത്തുകീറിയവനാണ് ഈ ഗണേശൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്നവൻ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായി മന്ത്രിക്കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ വന്നിരുന്നു കൊണ്ട് ഈ പന്നൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചുകൊണ്ടേയിരിക്കുക. പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുകയാ. ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം. കാരണം ഇവൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യവും പകയും, ആ മന്ത്രിക്കസേര നഷ്ടപ്പെട്ടതിനാണ് ഇവൻ ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഇവൻ ബലിയാടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇവൻ്റെ മനസ്സെന്താ? അതിനിവൻ കരുവാക്കിയതാരാ? ഇവൻ്റെ കാമുകിയെ. ആലോചിച്ച് നോക്കണം എത്രമാത്രം ഒരു ക്രൂരമായ പൈശാചികമായ മനസ്സാണ് ഈ പന്നൻ ഗണേശനുള്ളത്. എന്നിട്ട് അവൻ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ അയച്ചേക്ക്. അവൻ എന്നിട്ട് മന്ത്രിക്കസേരയിൽ ഇരിക്കുന്നു. അവൻ വന്നിട്ട് രാഹുലിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നു. അരെ വാ, എന്തൊരു ഗതികേടാണെന്ന് നോക്കിയേ നിങ്ങൾ. ഇതിനെ നമ്മൾ സഹിക്കുന്നു. നമ്മളാണ് പ്രബുദ്ധരായ ജനം, കേരള ജനത, മലയാളികൾ പ്രബുദ്ധതയാ. പക്ഷേ നമ്മുടെ മന്ത്രിക്കസേരയിൽ ഇരിക്കുന്നത് ആരാ? ഗണേശൻ. എന്താ ഇവന്റെ ഏർപ്പാട്? വ്യഭിചാരം, അവിഹിതം, ഭാര്യയെ തല്ലി ചതച്ച് ക്രൂരമായി മർദ്ദിച്ചവൻ, ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അവിഹിതങ്ങളുടെ കൂമ്പാരവുമായി നടന്നവൻ, ഹോട്ടൽ മുറികളിൽ കയറി നിറങ്ങി സ്ത്രീകളുടെ കൂടെ സദാസമയവും ചെലവഴിച്ചവൻ, അങ്ങനത്തെ ഒരു പന്നൻ. ആ പന്നൻ സ്വന്തം കാമുകിയെ ആയുധമാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവൻ ആ കാമുകിയോട് ഇവൻ പറയാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ, യാമിനി തങ്കച്ചിയെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ആ പാവപ്പെട്ട മനുഷ്യൻ നിന്നെ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് നീ പറയണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്. ഇത്രമാത്രം വൃത്തികെട്ട ഒരു മനസ്സിനുടമയാണ് ഈ പന്നൻ ഗണേശൻ. ഈ ഗണേശൻ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? മമ്മൂട്ടി എന്നെ കണ്ടാൽ മിണ്ടാറില്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയെ പോലെയുള്ള ആളുകൾ എങ്ങനെ മിണ്ടുമല്ലേ? ഇവനെ പോലെയുള്ള പൈശാചിക വൈകൃതമുള്ളവനോട് എങ്ങനെ മിണ്ടാനാ? കാരണം ഇവൻ വ്യഭിചരിച്ച് നടക്കുന്നത് ആണ് മാത്രമല്ല പ്രശ്നം. ഇവന്റെ വ്യഭിചാരം ഇവൻ കൊണ്ടു നടക്കുന്നതോടൊപ്പം ഇവന്റെ കാമുകിയെ വെച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ വീഴ്ത്താൻ ശ്രമിച്ചു. അതൊന്നും മനസ്സിലാക്കാനോ ബോധ്യപ്പെടാനോ കഴിവില്ലാത്ത വ്യക്തിയല്ലല്ലോ മമ്മൂട്ടി എന്നൊന്നും പറയുന്നത്. എന്നിട്ട് ഞാൻ ഇവനെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സദാചാര പ്രസംഗം നടത്തിയ അന്ന് ഞാൻ ഇവനെതിരെ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇവനെതിരെ ഇവൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം ഇത്തരത്തിലൊരു കോടതിക്ക് മുന്നിൽ ഒരു മൊഴി കൊടുത്തിട്ട് വന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ കാതിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇവനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പ്രസംഗം നടത്തിയത് എന്ന്. ആലോചിച്ചു നോക്കൂ. ആ പാവപ്പെട്ട മനുഷ്യനെ വെട്ടി വീഴ്ത്തിയതും പോരാഞ്ഞിട്ട് ഇവൻ സദാചാര പ്രസംഗവുമായി നടക്കുന്നു.